അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ 23-ാമത്തെ രാത്രിയിലാണ് നമ്മളുള്ളത്. 23-ാം രാവ്. 23-ാം രാവിന് പ്രത്യേകിച്ചൊരു പ്രത്യേകത പറയലുണ്ട് മഹാന്മാർ. എന്തേ കാരണം? നമ്മൾ റമദാനൊക്കെ ആകുമ്പോൾ 23-ാം രാവ്, 27-ാം രാവ്, 25-ാം രാവിനൊക്കെ ഒരു പ്രത്യേകത. അവസാനത്തെ 10 ദിവസങ്ങളിലെ ഒറ്റ രാവുകൾക്ക് ഒരു പ്രത്യേക ഒരു മഹത്വം പറയലുണ്ട്. 23-ാം രാവിനൊരു പ്രത്യേക മഹത്വം മഹാന്മാരുടെ പല ഗ്രന്ഥങ്ങളിലും പരിചയപ്പെടുത്തിയതായി കാണാം. റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമല്ലേ? ആ മാസത്തിലെ 23-ാം രാവിലെ റബ്ബിന് ഒരു പ്രത്യേക പരിഗണനയുള്ള മഹത്വമുള്ള ദിവസങ്ങളിൽ രാത്രികളിൽപ്പെട്ടതാണ്. അള്ളാഹു നമുക്കൊരുപാട് പോരിശകൾ നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിരുന്നാലും റജബിൻ്റെ ദിവസമാണല്ലോ, റജബിൻ്റെ രാവാണല്ലോ. അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരായ മുൻഗാമികൾ അവരൊരുപാട് ഇബാദത്തുകൾ കൊണ്ട് തിരഞ്ഞെടുത്തിരുന്ന രാത്രികളാണ് നമ്മളിന്ന് കഴിഞ്ഞു പോകുന്നത്. അള്ളാഹു ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നതൊന്നും അങ്ങോട്ട് മെച്ചപ്പെടുന്നില്ല, ചെയ്യുന്നതിലൊന്നും ഒരു ഫത്തഹ കാണുന്നില്ല. അങ്ങനെ പലരും സങ്കടം പറഞ്ഞ ആളുകളുണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് സംഗതികൾ ചെല്ലുന്നുണ്ട്, ദിക്റുകൾ, ദുആകൾ, അതുപോലെ തന്നെ സ്വലാത്തുകളൊക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷേ ഒന്നിലും അങ്ങോട്ട് ഒരു വിജയം കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞ പല ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സങ്കടങ്ങളൊക്കെ മറക്കാൻ, അതൊക്കെ മാറ്റിവെക്കാൻ, നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ലഭിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാതിയായി കൊണ്ടു നടക്കുന്ന സംഗതികളുണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് വലിയ വിജയവും ഫത്തുഹും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്കുള്ള ഏറ്റവും മഹത്തായ ഒരു ദിക്റാണ് ഇന്ന് നമ്മുടെ ഈ ദുആ മജ്ലിസിൽ, ദിക്റിൻ്റെ മജ്ലിസിൽ നമ്മൾ ചൊല്ലി ദുആ ഇറക്കാൻ പോകുന്നത്. ഏതാണ് ദിക്ർ? ഫത്താഹ് എന്ന ദിക്ർ. ഏത്? ഫത്താഹ്. യാ ഫത്താഹു യാ അല്ലാഹ്. യാ ഫത്താഹിൻ്റെ ആ ഒരു മഹത്വം പറഞ്ഞ എത്രയോ വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ അത് കയറി കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ മഹത്തായ ഒരു ദിക്റാണ് യാ ഫത്താഹ് എന്ന ദിക്ർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ ഈ യാ ഫത്താഹ് എന്ന ദിക്ർ നിശ്ചിത എണ്ണം അത് മുൻനിർത്തിയിട്ട് റബ്ബിനോട് അവരുടെ കാര്യം തേടിയാൽ ആ കാര്യം നടന്നു കിട്ടുമെന്ന് മഹത്തുക്കൾ ഉറപ്പ് പറഞ്ഞ സംഗതിയാണ്. ഉറപ്പ് പറഞ്ഞ അത്രയും പവർഫുള്ളായ ഒരു അമലാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചൊല്ലാം, നമുക്കത് ജീവിതത്തിൽ പതിവാക്കാനും ശ്രമിക്കും. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് ചൊല്ലിക്കൂടെ? ആത്മാർത്ഥമായിട്ട് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട്. ഇതാരെയും കേൾപ്പിക്കാനോ കാണിക്കാനോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ ഫത്വഹ് ഉണ്ടാകണം എന്ന നിയ്യത്തിൽ നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് നമുക്ക് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. യാ ഫത്താഹു യാ അല്ലാഹ്, 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 യാ ഫത്താഹു യാ അല്ലാഹ്,
അല്ലാ യാ ഫത്താഹു യാ 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 അല്ലാ നീ കബൂലാക്കണേ അല്ലാ നീ ഏറ്റെടുക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ കാര്യം റാഹത്തിലാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ മുഅ്മിനീങ്ങളായ പ്രിയപ്പെട്ട എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ഉമ്മമാരെ പെങ്ങന്മാരെ സഹോദരിമാരെ സഹോദരന്മാരെ എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണേ അല്ലാ വലിയ ഉയർച്ച നൽകണേ അല്ലാ വലിയ സ്ഥാനമാനങ്ങളിലെത്തിക്കണേ അല്ലാ ബറക്കത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഹബീബായ നബി തങ്ങളുടെ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ നല്ല ഖൽബോട് കൂടിയിട്ട് ആമീൻ പറയടേ മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്
ഗഫാറായ ഖാലിഖായ റാസിഖായ ലത്തീഫായ വദൂദായ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ, ചൊല്ലിയതും പറഞ്ഞതും കബൂലാക്കണേ അല്ലാ. ഈ പവിത്രമായ പരിശുദ്ധമായ മാസത്തിൻ്റെ മുഴുവൻ ബറക്കാത്തുകളും ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അല്ലാ. പോരിശകൾ നൽകണേ അല്ലാ, സ്ഥാനമാനങ്ങൾ നൽകണേ അല്ലാ, ജീവിതത്തിൽ വലിയ ഖൈർ നൽകണേ അല്ലാ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ദോഷങ്ങൾ അഫു ചെയ്യണേ അല്ലാ, ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം, കച്ചവട ജീവിതം തുടങ്ങി ഞങ്ങളുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലകളുണ്ടോ ഖൈറിൻ്റെ വഴികൾ തുറക്കണേ അല്ലാ, കടബാധ്യത തീർക്കണേ അല്ലാ, സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ, സാമ്പത്തികമായി മെച്ചം നൽകണേ അല്ലാ, പുരോഗതി നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാർ, വീട്, വാഹനങ്ങൾ, മാതാപിതാക്കൾ, ബിസിനസ്സുകൾ, തൊഴിലുകൾ, പഠനങ്ങൾ തുടങ്ങി ഞങ്ങൾ ചെയ്യുന്ന സകല മേഖലകളിലും അഭിവൃദ്ധി നൽകണേ അല്ലാ. സകല ഷർറുകളെയും തട്ടിമാറ്റണേ അല്ലാ. മുസീബാത്തുകൾ, ഫിത്നകൾ, ഫസാദുകൾ, ഇടങ്ങേറുകൾ, ആപത്തുകൾ, അപകടങ്ങളെല്ലാം നീക്കിത്തരണേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് മതിയായവനാണ് റഹ്മാനെ. ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. മൺമറഞ്ഞു പോയ ഞങ്ങളുടെ വാപ്പമാർക്ക് പൊറുക്കണേ അല്ലാ, ഉമ്മമാർക്ക് പൊറുക്കണേ അല്ലാ. റബ്ബേ, കുടുംബാദികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ, കൂട്ടുകാർ പലരും മണ്ണറയിലാണ് അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് സന്തോഷം നൽകണേ അല്ലാ. സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ, വസ്ത്രവിരിപ്പുകൾ നൽകി ആദരിക്കണേ അല്ലാ. റബ്ബേ, നാളെ മരിച്ച് ഞങ്ങളും മാറടി മണ്ണിൽ കിടക്കുന്ന സമയം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ലൊരു തലമുറയെ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. റബ്ബേ, ഈ പറയുന്ന എന്നെയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകളെയും നാളെ സ്വർഗത്തോപ്പിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ചേർത്ത് നിന്റെ ലിഖാ കണ്ട് സന്തോഷിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയൊക്കെ നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ദുആ ഇറക്കണം ഇൻഷാ അല്ലാഹ്. അടുത്ത മജ്ലിസിൽ നമുക്ക് കണ്ടുമുട്ടാം. നമ്മുടെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.